ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന താരം അത് മറ്റാരുമല്ല, നെയ്മർ ജൂനിയർ ആണ്. നെയ്മർക്ക് പതിവ് പോലെ ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ നെയ്മറെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുന്നവരും നിരവധിയാണ്. കഴിഞ്ഞ മത്സരത്തിൽ പരിക്കിൽ നിന്ന് മുക്തനായി തിരിച്ചെത്തിയ നെയ്മർ നല്ല രൂപത്തിലുള്ള ഒരു പ്രകടനം നടത്തിയത് ആരാധകരെ സന്തോഷിപ്പിച്ച ഒരു കാര്യമാണ്. അടുത്ത വേൾഡ് കപ്പിനുള്ള ബ്രസീലിൻ്റെ ടീമിൽ നെയ്മർ ഉണ്ടാകുമോ എന്നത് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുണ്ട്. പക്ഷേ ബ്രസീലിയൻ ഇതിഹാസമായ റൊമാരിയോ എല്ലാ കാലത്തും എന്നും നെയ്മറുടെ ഒപ്പമാണ്. അതായത് അടുത്ത വേൾഡ് കപ്പിൽ ബ്രസീലിന് എന്തെങ്കിലും കിരീട സാധ്യതകൾ ഉണ്ടെങ്കിൽ അതിൽ നെയ്മർ ജൂനിയർ ബ്രസീലിന്റെ ടീമിൽ വേണം എന്നാണ് റൊമാരിയോ പറഞ്ഞിട്ടുള്ളത്. നെയ്മർ ഇല്ലെങ്കിൽ ബ്രസീലിന് കിരീട സാധ്യതയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. റൊമാരിയോയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: അടുത്ത വേൾഡ് കപ്പിൽ ബ്രസീൽ ജേതാക്കളാവാനുള്ള എന്തെങ്കിലും സാധ്യതകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ എത്ര ചെറുതാണെങ്കിലും നെയ്മർ ജൂനിയർ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സാധ്യത അവശേഷിക്കുന്നത്. വരുന്ന വേൾഡ് കപ്പിൽ ബ്രസീലിന് നെയ്മർ നിർബന്ധമാണ്. ഇതാണ് റൊമാരിയോ പറഞ്ഞിട്ടുള്ളത്. നെയ്മറെ പോലെയുള്ള ഒരു താരം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നെയ്മർ ഇല്ലെങ്കിൽ അത് ബ്രസീലിന് തിരിച്ചടിയാണ്. ബ്രസീലിന്റെ കിരീട സാധ്യതകളെ ഇല്ലാതാക്കും എന്നാണ് റൊമാരിയോ പറഞ്ഞിട്ടുള്ളത്. നെയ്മറെ പോലെയുള്ള ക്രിയേറ്റീവായ ഒരു താരത്തിന്റെ അഭാവം പലപ്പോഴും ബ്രസീലിയൻ ദേശീയ ടീമിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിലൊക്കെ ബ്രസീൽ പരാജയപ്പെട്ടിരുന്നു. അവസാനമായി കളിച്ച 3 മത്സരങ്ങളിൽ 2ലും ബ്രസീൽ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നെയ്മറുടെ ഒരു സാന്നിധ്യം ആവശ്യമാണ് എന്ന് തന്നെയാണ് പലരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.